ഹായ് ഹലോ വെൽക്കം ടു ആൾ. മോർണിംഗ് ടീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു ചായ, അതിനോടൊപ്പം ഒരു അടിപൊളി അറിവ്. ഇന്നത്തെ മോർണിംഗ് ടീയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോക്കൂ, പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിന്റെ ചിത്രമാണ് ഇതാ ഇവിടെ കൊടുത്തേക്കുന്നത്. പശ്ചിമഘട്ടം. ഓപ്ഷൻസ് നോക്കൂ ഏതൊക്കെയാണെന്ന്. പശ്ചിമഘട്ടം 5 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ആ ഓപ്ഷൻ ശരിയാണോ? ശരിയല്ല. 6 സംസ്ഥാനങ്ങളിലാണ് പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് അല്ല. പശ്ചിമഘട്ടത്തിന്റെ നീളം 2600 കിലോമീറ്റർ ആണ്. ശരിയാണോ? അല്ല. 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ നീളം. ഹിമാലയത്തിന് പോലും നീളം 2400 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ നീളം 1600 കിലോമീറ്റർ ആണ്. സി ഓപ്ഷൻ. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. ശരിയോ തെറ്റോ? പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. ആക്ച്വലി ഈ ഓപ്ഷനാണ് കറക്റ്റ്. എസ്കാർപ്മെന്റ്. ഒരുപക്ഷെ ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാൽ എസ്കാർപ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവരായിരിക്കും കൂടുതൽ. പരീക്ഷയ്ക്ക് നിരവധി തവണ ഇത് ചോദിച്ചിട്ടുമുണ്ട്. എന്താണ് എസ്കാർപ്മെന്റ് എന്ന് ചോദിച്ചാൽ, നീണ്ട് ചെങ്കുത്തായ മലനിരകൾക്ക് പറയുന്ന പേരാണ് എസ്കാർപ്മെന്റ്. എന്താണ്? നീണ്ട് ചെങ്കുത്തായ മലനിരകൾക്ക് പറയുന്ന പേരാണ് എസ്കാർപ്മെന്റ്. അപ്പൊ ഇന്ത്യയില് എസ്കാർപ്മെന്റ് പർവ്വതത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ചോദിച്ചാൽ പശ്ചിമഘട്ടമാണ്. എസ്കാർപ്മെന്റ് ഞാൻ പറഞ്ഞു, നീണ്ട് ചെങ്കുത്തായ മലനിര. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഘട്ട് ആണ്. അതാണ് ഇതിന്റെ ആൻസർ. ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്നു. തെറ്റാണ്. പശ്ചിമഘട്ടം ആക്ച്വലി ബംഗാൾ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പശ്ചിമഘട്ടം ഇന്ത്യയുടെ പടിഞ്ഞാറ് അതിർത്തിയിലാണ്. തെക്ക് പടിഞ്ഞാറെന്ന് പറയും. പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്നതാണ് ഈ ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ട സ്ഥലത്ത്. അപ്പോൾ പശ്ചിമഘട്ടം ഏത് കടലിന്റെ സമാന്തരമായി സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അറബിക്കടലിന് സമാന്തരമായിട്ടാണ്, ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് അല്ല. അപ്പൊ ആ ഓപ്ഷനും തെറ്റാണ്. അപ്പൊ നോക്കാം. എസ്കാർപ്മെന്റ് ഞാൻ പറഞ്ഞു, മനസ്സിൽ വേണം, ചോദിച്ചിട്ടുണ്ട് നിരവധി തവണ. എസ്കാർപ്മെന്റ് എന്ന് പറഞ്ഞാൽ നീണ്ട് ചെങ്കുത്തായ മലനിര, അതിന് പറയുന്ന പേരാണ് എസ്കാർപ്മെന്റ്. അപ്പൊ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം. നോക്കൂ, ദാ ഇവിടെ തുടങ്ങി ഇങ്ങനെയാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുജറാത്തിലെ താപ്തി നദീമുഖം മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. എവിടെയാണ്? ഗുജറാത്തിലെ താപ്തി നദീമുഖം മുതൽ, താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. അല്ലെങ്കിൽ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കാംബെ മുതൽ കന്യാകുമാരി വരെ എന്നും പറയാം. ഓപ്ഷനിൽ ചിലപ്പോൾ താപ്തി നദീമുഖം എന്ന് പറഞ്ഞാൽ നദി കടലിൽ വന്ന് ചേരുന്ന ആ ഒരു ഭാഗം, അതിനെയാണ് നദീമുഖം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പശ്ചിമഘട്ടം താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ നീളം 1600 കിലോമീറ്റർ ആണ്. 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ നീളം. ഈ പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. നമ്മുടെ അവിടുത്തെ ഫസ്റ്റ് ഓപ്ഷൻ 5 സംസ്ഥാനങ്ങൾ എന്നാണ്. അല്ല,
പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. അതായത് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെയുള്ള 6 സംസ്ഥാനങ്ങൾ. ഒന്നാമത്തെ ഗുജറാത്ത്, രണ്ടാമത്തെ മഹാരാഷ്ട്ര, മൂന്നാമത്തെ ഗോവ, 4 കർണാടകം, 5 കേരളം, 6 തമിഴ്നാട്. പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ 6: ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടകം, കേരളം, തമിഴ്നാട്. ഒന്നുകൂടെ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്. പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അതിൻ്റെ ആൻസർ കർണാടകമാണ്. ഈ 6 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത് കർണാടകത്തിലൂടെയാണ്. അപ്പൊ അവിടെ വേറൊരു ചോദ്യം വരണമല്ലോ. പശ്ചിമഘട്ടം ഏറ്റവും കുറവ് വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ്. ഏറ്റവും കൂടുതൽ കർണാടകവും ഏറ്റവും കുറവ് ഗോവയുമാണ്. കേരളത്തെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലെ 13 ജില്ലകളിലൂടെയും പശ്ചിമഘട്ടം പാസ് ചെയ്യുന്നുണ്ട്. 13, ആകെ 14 ജില്ലകളിൽ 13 ജില്ലകളിലൂടെയും പശ്ചിമഘട്ടത്തിന്റെ സാന്നിധ്യമുണ്ട്. പശ്ചിമഘട്ടം കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ചോദിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടം കടന്നു പോകാത്ത, പശ്ചിമഘട്ടത്തിന്റെ സാന്നിധ്യമില്ലാത്ത കേരളത്തിലെ ഏക ജില്ല ആലപ്പുഴ ജില്ലയാണ്. ബാക്കി 13 ജില്ലകളിലൂടെയും പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, കേരള ഗവൺമെന്റ് ഇപ്പോൾ ഒരു മലയോര പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമ്മുടെ പാറശാല മുതൽ അങ്ങ് വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് നന്താരപ്പടവ് വരെയാണ് മലയോര ഹൈവേ നിർമ്മിക്കുന്നത്. ഈ മലയോര ഹൈവേ പേര് കേൾക്കുമ്പോഴേ അറിയാം, മലയോര ഹൈവേ, മലയിലൂടെ കടന്നു പോകുന്ന, മല പ്രദേശത്തു കൂടെ കടന്നു പോകുന്ന ഒരു ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ ആണ്. ഭാവിയിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റേറ്റ് ഹൈവേ അതായിരിക്കും. 2-3 വർഷത്തിനകത്ത് നമ്മൾ അത് പഠിക്കും. അപ്പോ ഈ മലയോര ഹൈവേ കടന്നു പോകാത്ത ഏക ജില്ല ചോദിച്ചാലും അത് ആലപ്പുഴ ജില്ലയാണ്. കാരണം പശ്ചിമഘട്ടം കടന്നു പോകുന്ന ജില്ലകളിലൂടെയാണ് മലയോര ഹൈവേ പോകുന്നത്. അപ്പോൾ മലയോര ഹൈവേ കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ലയും ആലപ്പുഴയാണ്. ഈ പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലൂടെയാണ്. അപ്പൊ പശ്ചിമഘട്ടവും കേരളവും തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കണം, അല്ലെ? കേരളത്തിലെ 44 നദികളും ഉദ്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലൂടെയാണ്. അത്രയും പ്രാധാന്യം നമ്മുടെ പശ്ചിമഘട്ടത്തിനുണ്ട്. ഒരു പരീക്ഷ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ്? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ്, ഇന്ത്യയാണ് കേട്ടോ, ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ആൻസർ കണ്ടോ, ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ്, തെക്ക് പടിഞ്ഞാറ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം ഇടുകയാണ്, നിങ്ങൾ കമന്റ് ചെയ്യണം, ഞാനത് വായിച്ചോളാം. കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്യണേ. കേരളത്തിൻ്റെ ഏത് ദിക്കില്? ഞാൻ ഓപ്ഷൻ പറയാം, 4 ഓപ്ഷൻ ഞാൻ പറയാം. വടക്ക് ദിക്കിൽ, തെക്ക് ദിക്കിൽ, പടിഞ്ഞാറ് ദിക്കിൽ, കിഴക്ക് ദിക്കിൽ. ഇതിൽ ഏത് ദിക്കിലാണ്, കേരളത്തിന്റെ ഏത് ദിക്കിലാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഞാൻ അല്പം കഴിഞ്ഞിട്ട് അത് പറയാം, നിങ്ങളത് കമന്റ് ചെയ്യൂ. ഓക്കെ. അപ്പോ ഈ പശ്ചിമഘട്ടത്തിന് മറ്റെന്തൊക്കെ ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയറിൽ ഉള്ളത് എന്നിവിടെ നമുക്കൊന്ന് പരിശോധിക്കണം. ഈ പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകത, പശ്ചിമഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പേര് ആനമുടിയാണ്. നമുക്കറിയാം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്.
ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. 2695 മീറ്റർ. ഈ ആനമുടിക്ക് ധാരാളം ചോദ്യങ്ങളുണ്ട്. ആനമുടിയെ കണക്ട് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ: ഒന്ന്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഹിമാലയ പർവ്വതത്തിന് തെക്കുള്ള പർവ്വതങ്ങളിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ചോദ്യം ഒന്നുകൂടെ: ഹിമാലയത്തിന് തെക്ക് ധാരാളം പർവ്വതങ്ങളുണ്ട്. ആരവല്ലിയുണ്ട്, വിന്ധ്യ പർവ്വതമുണ്ട്, സാത്പുര പർവ്വതമുണ്ട്, പശ്ചിമഘട്ട പർവ്വതമുണ്ട്, പൂർവഘട്ട പർവ്വതമുണ്ട്. ഇതെല്ലാം ഹിമാലയത്തിന് തെക്കാണ്. അപ്പൊ ഹിമാലയത്തിന് തെക്കുള്ള പർവ്വതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് ആനമുടിയാണ്. എത്ര ചോദ്യങ്ങൾ ആനമുടിക്ക് ചോദിച്ചു നോക്കൂ. അപ്പോ ഈ ആനമുടിയുടെ ഹൈറ്റ് 2695 മീറ്ററാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടം, കേരളം, ഇടുക്കി ജില്ല. ആനമുടി. അടുത്ത് നോക്കാം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ ഞാൻ പറയാം. പശ്ചിമഘട്ടം ഇന്ത്യയുടെ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിന്റെ എവിടെയാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ്. കണ്ടോ, ഇതാണ് കേരളം. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇതേ ചോദ്യം ചോദിച്ചിട്ട് ഓപ്ഷൻ വരുന്നത് കേരളത്തിന്റെ ഏത് ദിക്കിലാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്. തിരിച്ചു ചോദിക്കാം, കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷനില് പൂർവഘട്ടം, പശ്ചിമഘട്ടം, വിന്ധ്യ, സാത്പുര. ഈ 4 ഓപ്ഷൻ കണ്ടാൽ നമ്മുടെ കണ്ണ് ഉടക്കാൻ സാധ്യതയുള്ളത് പൂർവഘട്ടത്തിലാണ്. കാരണം ചോദ്യം എന്താ? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ചോദ്യം. അപ്പൊ പൂർവം, കിഴക്ക്, പൂർവഘട്ടം കിഴക്ക് ഭാഗത്തുള്ള പർവ്വതനിര. തെറ്റ്. പൂർവഘട്ടവും കേരളവുമായി ഒരു ബന്ധവുമില്ല. പൂർവഘട്ടവും കേരളവുമായി ഒരു ബന്ധവുമില്ല. കേരളവുമായി ബന്ധപ്പെട്ട ഒറ്റ പർവ്വത നിരയേ ഉള്ളൂ, അത് പശ്ചിമഘട്ടം. അത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ്, പക്ഷെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. അപ്പൊ അവിടെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക്, കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അപ്പൊ എന്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ, കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് നമ്മുടെ പശ്ചിമഘട്ടമാണ്. ഈ പശ്ചിമഘട്ടത്തെ കേരളം വിളിക്കുന്നത് പശ്ചിമഘട്ടം എന്നല്ല, സഹ്യപർവ്വതം എന്നാണ്. നമ്മൾ കേരളീയര് പശ്ചിമഘട്ടത്തെ വിളിക്കുന്നത് സഹ്യപർവ്വതം എന്നാണ്. സഹ്യപർവ്വതം. ഈ സഹ്യപർവ്വതം നമ്മുടെ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മൂന്നായിട്ട് പിരിയുകയാണ്. മൂന്നാറിൽ വെച്ച് പശ്ചിമഘട്ടം മൂന്നായി പിരിയുന്നു. കിഴക്കോട്ട് പോകുന്ന ഒരു ഭാഗമുണ്ട്, പശ്ചിമഘട്ടത്തിന്റെ കിഴക്കോട്ട് പോകുന്ന ഭാഗം. അത് പളനിമല എന്ന് പറയും. പളനിമല, ശ്രദ്ധിക്കണേ, പളനിമല. രാത്രി നമ്മൾ മൂന്നാറിൽ നിൽക്കുമ്പോൾ പളനിമല കാണാൻ പറ്റും, പളനി ക്ഷേത്രം കാണാൻ പറ്റും. സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ, പളനി. അപ്പോ മൂന്നാറിൽ വെച്ച് പശ്ചിമഘട്ടം മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. കിഴക്കോട്ട് പോകുന്ന ഭാഗം പളനിമല, തെക്കോട്ട് പോകുന്ന ഭാഗമുണ്ട്. തെക്കോട്ട്, അതായത് മൂന്നാറിൽ നിന്നും പശ്ചിമഘട്ടം തെക്കോട്ട് പോകുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേര്. അതുപോലെ വടക്കോട്ട് പോകുന്ന ഒരു ഭാഗമുണ്ട്, അതിന് വിളിക്കുന്ന പേര്. വടക്കോട്ട് പോകുന്ന ഭാഗത്തെ വിളിക്കുന്ന പേര് ആനമല എന്നാണ്. ആനമല. തെക്കോട്ട് പോകുന്ന ഭാഗത്തെ വിളിക്കുന്ന പേര് ഏലമല എന്നാണ്. ഏലമല. അപ്പൊ ചോദ്യം എന്താ? എവിടെ വെച്ചാണ് പശ്ചിമഘട്ടം മൂന്നായി പിരിയുന്നത്? മൂന്നാറിൽ വെച്ച് മൂന്നായി പിരിയുന്നു. മൂന്നാർ മൂന്നായി പിരിയുന്നു. കിഴക്കോട്ട് പോകുന്ന ഭാഗം പളനിമല എന്നും
തെക്കോട്ട് പോകുന്ന ഭാഗം ഏലമല എന്നും വടക്കോട്ട് പോകുന്ന ഭാഗം ആനമല എന്നും അറിയപ്പെടുന്നു. ക്ലിയറായി കാണും. പശ്ചിമഘട്ടത്തെ കേരളീയർ വിളിക്കുന്ന പേര് സഖ്യപർവ്വതം എന്നാണ്. സഖ്യന്റെ മകൻ എന്നറിയപ്പെടുന്ന ഒരു ജീവിയുണ്ട്. സഖ്യന്റെ മകൻ എന്നറിയപ്പെടുന്ന ജീവി ആനയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സഖ്യന്റെ മകൻ എന്നറിയപ്പെടുന്ന ജീവി ആന, അരിക്കൊമ്പൻ ആന. കാരണം സഖ്യപർവ്വതത്തിൽ ധാരാളം ആനകളുണ്ട്, അല്ലെ? കേരളത്തിൽ അത് ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലുമാണ്. ഈ ഇടുക്കി ജില്ല, വയനാട് ജില്ല എന്നൊക്കെ പറയുമ്പോൾ സഖ്യപർവ്വതത്തിന്റെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മല ഏരിയല്ലേ. അടുത്ത ഈ സഖ്യന്റെ മകൻ എന്നറിയപ്പെടുന്ന ഒരു കവിതയുണ്ട്. സഖ്യന്റെ മകൻ എന്ന കവിത രചിച്ചതാരാണ്? സഖ്യന്റെ മകൻ എന്ന കവിത രചിച്ച ഒരു കവി, വളരെ പ്രസിദ്ധമായ ഒരു കവിയാണ്. അതാരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. അപ്പൊ സഖ്യന്റെ മകൻ എന്ന ജീവി ആന, സഖ്യന്റെ മകൻ എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. അതും ഒരു ആനയുടെ കഥ തന്നെയാണ്. പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. അടുത്ത പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്ന് വിളിക്കുന്ന ഒരു പുഷ്പമുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്ന് വിളിക്കുന്ന പുഷ്പം നീലക്കുറിഞ്ഞിയാണ് ആൻസർ. നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഫ്ലവർ, പുഷ്പം നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിക്ക് ഒരു ശാസ്ത്രീയ നാമമുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. നീലക്കുറിഞ്ഞി ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. അപ്പൊ നീലക്കുറിഞ്ഞിയുടെ ചോദ്യം എന്താണ്? പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. ഈ പശ്ചിമഘട്ടത്തിന്റെ ഇന്നത്തെ അവസ്ഥ ചോദിച്ചാൽ വളരെ ദയനീയമാണ്. മനുഷ്യൻ പശ്ചിമഘട്ടത്തെ തുരന്ന് കഷ്ടം, പശ്ചിമഘട്ടം ഒരു ദയനീയമായ അവസ്ഥയിലാണ്. അപ്പോ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ആ അന്വേഷണ കമ്മീഷന്റെ പേര് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്നാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടത്തെ മനുഷ്യൻ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മണ്ണ് ഖനനം. രണ്ട്, പാറ ഖനനം. മൂന്ന്, അനധികൃതമായിട്ടുള്ള കുടിയേറ്റങ്ങൾ. പിന്നെ നിർമ്മിതികൾ. ഇതെല്ലാം തകൃതിയായിട്ട് പശ്ചിമഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിക്കൂ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ പശ്ചിമഘട്ടത്തിലാണ്. ആ പശ്ചിമഘട്ടത്തെയാണ് കേരളം ഉൾപ്പെടെയുള്ള ഈ 6 സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്ന് പരിസ്ഥിതിവാദികൾ നിരവധി വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞ പരിസ്ഥിതി ശാസ്ത്രജ്ഞനെ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. മാധവ് ഗാഡ്ഗിൽ പോകാവുന്നിടത്തൊക്കെ പോയി, പശ്ചിമഘട്ടത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പോയി പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിച്ചു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 എപ്പോഴാണ്? 2011 പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിച്ച മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 2011 മറക്കരുത്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞത് തുടരുത് പശ്ചിമഘട്ടത്തെ എന്നാണ്. കാരണം ഈ പശ്ചിമഘട്ടം നശിച്ചു പോവുകയാണെങ്കിൽ ഈ 6 സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ദോഷം ഉണ്ടാകുന്നത്, ഇന്ത്യയുടെ നല്ലൊരു ഭാഗം, നല്ലൊരു ശതമാനത്തിന് ദോഷം ചെയ്യും. നിരവധി നദികൾ, ഈ 44 നദികളല്ല, ഉപദ്വീപ്യൻ നദികൾ പലതും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. നശിച്ചു പോകും നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗം. പക്ഷെ എന്നാലും ജനങ്ങൾക്കത് മനസ്സിലായില്ല. ജനങ്ങൾ എന്ത് ചെയ്തു? അതിനെതിരെ സമരം ചെയ്തു. പ്രത്യേകിച്ചും ഈ ഹൈ റേഞ്ച് ഏരിയയിൽ കിടക്കുന്ന ആൾക്കാർ. കേരളത്തിലാണ് സമരം ശക്തമായത്. ഇടുക്കി,
പത്തനംതിട്ട, വയനാട് തുടങ്ങിയ മേഖലയിലുള്ള ആൾക്കാർ ശക്തമായ സമരം ചെയ്തു. അപ്പോ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ മറ്റൊരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന്റെ പേരാണ് കസ്തൂരി രംഗൻ കമ്മീഷൻ എന്ന് പറയും. കസ്തൂരി രംഗൻ കമ്മീഷൻ. കസ്തൂരി രംഗൻ കമ്മീഷന്റെ ലക്ഷ്യം എന്താണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. ചുരുക്കം ഇത്രയേ ഉള്ളൂ. ജനങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഈ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിൽ കുറച്ച് വെള്ളം ചേർക്കുക, ഡൈല്യൂട്ട് ചെയ്യുക. അതാണ് ഇദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. കസ്തൂരി രംഗൻ. എന്നാലും സമരം തീർന്നില്ല. കേരള ഗവൺമെന്റ് സ്വന്തമായിട്ട് ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തി. അതിന്റെ പേരാണ് ഉമ്മൻ കമ്മിറ്റി. പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയുടെ പേരാണ് ഉമ്മൻ കമ്മിറ്റി. അപ്പൊ 3 കമ്മിറ്റികളായേ. ആക്ച്വലി പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. അപ്പൊ പ്രശ്നം വന്നു. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതാണ് തുടരുത് പശ്ചിമഘട്ടത്തെ എന്നാണ്. അപ്പൊ ജനങ്ങളെല്ലാം കൂടെ സമരം ചെയ്തു. ആ മേഖലയിലുള്ള ആൾക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി എന്താ ചെയ്തത്? ഈ റിപ്പോർട്ടിനെ കുറിച്ച്, മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കസ്തൂരി രംഗൻ കമ്മീഷനെ ചുമതലപ്പെടുത്തി. എന്നിട്ട് സമരം തീർന്നില്ല. കേരള ഗവൺമെന്റ് സ്വന്തമായിട്ട് ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തി. ഉമ്മൻ കമ്മിറ്റി എന്നാണ് അതിന്റെ പേര്. ഉമ്മൻ കമ്മിറ്റി. നിങ്ങൾ യുനെസ്കോ എന്ന് കേട്ടിരിക്കും. യുനെസ്കോ, UNESCO, യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതൊന്നും ചോദിക്കില്ല. യുനെസ്കോ. ഈ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ, ഹെറിറ്റേജ് ലിസ്റ്റില് നമ്മുടെ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയത് എപ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 2012 ഒന്നുകൂടെ പറയാം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2011. യുനെസ്കോ പശ്ചിമഘട്ടത്തെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 2012 എന്നും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇന്ത്യയില് 18 ബയോസ്ഫിയർ റിസർവുകളുണ്ട്. 18 ബയോസ്ഫിയർ റിസർവുകളാണ് ഇന്ത്യയിലുള്ളത്. ജൈവ വൈവിധ്യ മേഖലകൾ സർക്കാരിന്റെ അധീനതയിലുള്ള 18 ഈ 18 ബയോസ്ഫിയർ റിസർവുകളിൽ 2 നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ്. ആകെ ഇന്ത്യയില് 18 ബയോസ്ഫിയർ റിസർവുകളാണ്. അതിൽ 2 നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ 2 ബയോസ്ഫിയർ റിസർവുകൾ. ഒന്നാമത്തേത് നീലഗിരി. രണ്ടാമത്തേത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യവനം. രണ്ടിലും കേരളം കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ 1ാമത്തെ ബയോസ്ഫിയർ റിസർവ്. പ്രഖ്യാപിച്ച വർഷം 1986. ഇന്ത്യയിലെ 18 ബയോസ്ഫിയർ റിസർവുകളിൽ ആദ്യം പ്രഖ്യാപിക്കുന്നത് നീലഗിരിയാണ്. 1986. 3 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു നീലഗിരി ബയോസ്ഫിയർ റിസർവ്. പശ്ചിമഘട്ടത്തിലെ 3 സംസ്ഥാനങ്ങളിൽ കർണാടകം, തമിഴ്നാട്, കേരളം. രണ്ടാമത് അഗസ്ത്യവനം ബയോസ്ഫിയർ റിസർവ് ആണ് പശ്ചിമഘട്ടത്തിലേത്. അത് 2001 പ്രഖ്യാപിക്കുന്നത്. ഈ അഗസ്ത്യവനം ബയോസ്ഫിയർ റിസർവ് വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ 2 കേരളവും തമിഴ്നാടുമാണ്. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഈ ഭൂമിയിൽ ആകെ 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഹോട്ട്സ്പോട്ട് എന്ന് പറയും. ഹോട്ട്സ്പോട്ട് എന്താണ്? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് ചോദിച്ചാൽ, നശിച്ചുകൊണ്ടിരിക്കുന്ന, പുനർനിർമ്മിക്കാൻ പറ്റാത്ത ജൈവ വൈവിധ്യ മേഖലകളെയാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഭൂമിയിൽ നിലവിൽ 36 ഇനിയും മിക്കവാറും ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ 4 നമ്മുടെ ഇന്ത്യയിലാണ്. ആ 4 ഒരെണ്ണം നമ്മുടെ പശ്ചിമഘട്ടമാണ്. അപ്പോ ഭൂമിയിൽ മൊത്തം 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ. അതിൽ 4 ഇന്ത്യയിലാണ്. ആ 4 1 നമ്മുടെ പശ്ചിമഘട്ടമാണ്.
ഇത് ഏതോ ഒരു മോർണിംഗ് ടീയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സന്ദർഭവശാൽ ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ പശ്ചിമഘട്ടം പറയുമ്പോൾ ഇത് പറയണം. ആ 4 ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ ഹിമാലയമാണ്, 2 ഇൻഡോ ബർമ മേഖല എന്ന് പറയും, 3-മത്തത് പശ്ചിമഘട്ടം, 4-മത് സുന്ദാലാൻഡ്. ഇങ്ങനെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ത്യയിലുള്ളത്. നിലവിൽ ഭൂമിയിൽ ലോകത്ത് പ്രഖ്യാപിച്ച 36 കൂടുതലായിട്ട് ഇതാ പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോ നമ്മൾ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കുറെ അധികം പോയിന്റിൽ പറഞ്ഞു, തീർന്നില്ല. പശ്ചിമഘട്ടവുമായി കണക്ട് ചെയ്ത് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ മോർണിംഗ് ടീയുടെ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു മോർണിംഗ് ടീയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.